മാസപ്പടി മേടിച്ചിട്ടുണ്ടെന്നുള്ളത്, കൊടുത്തിട്ടുണ്ടെന്നുള്ളതും മേടിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? വെളിപ്പെട്ട എന്താ കാര്യം? അതിനൊരു ബലമുണ്ടാവട്ടെ, ഞാൻ വെളിപ്പെടുത്താം. മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലും ചെയ്യുന്ന നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു ഡൊണേഷൻ കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും അതിനകത്തില്ല. അത് നാളെ പുറത്തു വരുന്നതിനോ അതിൻ്റെ പേര് വരുന്നതിനോ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. നിയമസഭയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിനും ആ ബന്ധം ഞാനൊരു ശത്രുവായി. കാരണം മറ്റു രാഷ്ട്രീയക്കാരെ പോലെ കോൺഗ്രസിനെയോ BJPയെ പോലെ അദ്ദേഹം എന്നെ കാണാൻ തുടങ്ങി. നമസ്കാരം. അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സൺ പറഞ്ഞിരിക്കുന്നത് രാജ്യഭരണത്തിൽ താനും പങ്കാളിയാണെന്ന് ഓരോ പൗരനും തോന്നലുണ്ടാകുമ്പോഴാണ് ഭരണം കരുത്തുള്ളതാണെന്ന് വ്യക്തമാകുന്നതെന്നാണ്. ഭരണത്തിൽ പൗരനുള്ള പ്രാധാന്യമാണ് തോമസ് ജെഫേഴ്സന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. തങ്ങളെ ആര് ഭരിക്കണം എന്നത് മാത്രമല്ല, എങ്ങനെ തങ്ങൾ ഭരിക്കപ്പെടണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും പൗരനുണ്ട്. എന്നാൽ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എന്ന വാദത്തോടെ വന്ന ഒരു പാർട്ടിയാണ് 2020. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2020യുടെ അധ്യക്ഷനായ സാബു M. ജേക്കബാണ് നമ്മുടെ അതിഥി. വെൽക്കം സർ. അപ്പോൾ ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് ഭരണത്തിൽ ഒരു നിയന്ത്രിത സ്ഥാനമാണ് പലപ്പോഴും കൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൗരൻ വരുന്ന ചില ഫ്രെയിമുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ ഫ്രെയിം നേതാക്കന്മാരെ ചലോ ദില്ലി ചലോ മുംബൈ എന്നൊക്കെ പറയുമ്പോൾ അവരെ ഫോളോ ചെയ്യാനുള്ള ഒരു ഫ്രെയിം. രണ്ടാമത്തേത് പ്രതിഷേധങ്ങളിലും സമരങ്ങളിലും പങ്കെടുക്കുന്ന പൗരന്മാർ. മൂന്നാമത്തേത് വോട്ടർ പട്ടികയിൽ പേര് ചാർത്താനായി ക്യൂ നിൽക്കുന്ന പൗരന്മാർ. നാലാമത്തേത് നമ്മൾ വോട്ടിങ്ങിനായി ക്യൂ നിൽക്കുന്ന പൗരന്മാർ. അപ്പോൾ ഇതിലേക്ക് ഒതുങ്ങപ്പെടുന്ന സമയത്താണ് 2020 പറയുന്നത് അത് മാത്രമല്ല ഒരു പൗരൻ്റെ റോൾ. അതിനപ്പുറമായി ഞങ്ങൾ എങ്ങനെ ഭരിക്കപ്പെടണം അല്ലെങ്കിൽ ഭരണം ജനങ്ങളിലേക്ക് എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ. അത് എത്രത്തോളം സാധ്യമായിട്ടുണ്ട് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ? ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങളുടെ ക്ഷേമം, നാടിൻ്റെ വികസനം. ഇവിടെ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും രാഷ്ട്രീയക്കാർ പറയും ഞങ്ങളുടെ നിലപാടിന്നതാണത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം നിലപാട് വ്യക്തമാക്കല്ലാതെ ആരും അതിനൊരു പരിഹാരം കാണാറില്ല. ഞങ്ങളെ സംബന്ധിച്ച് നിലപാടിനേക്കാൾ കൂടുതലായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നൊരു പാർട്ടിയാണത്. ഞങ്ങൾ ഭരണത്തിലേറിയ സ്ഥലത്തെല്ലാം ഞങ്ങൾ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ആ നാടിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിച്ച് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം. നമ്മുടെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം വിശപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് തുടങ്ങിയത്. 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾ ഭരിക്കുന്ന 5 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് അതോടൊപ്പം തന്നെ വികസനവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളത്. അവിടെയാണ് 2020യും മറ്റു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്തമാകുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കും മത്സരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാതൃക, ഈ 2020യുടെ ഒരു വികസന മാതൃക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം സൗജന്യമായി നൽകുന്നു, ഇതായിരുന്നു. പക്ഷേ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ഫ്രീ ബീസ് കൊടുക്കുന്നത് നല്ലതല്ല. കാരണം അതിലൊരു ഡിസ്ക്രിമിനേഷൻ വേണം. എല്ലാവർക്കും അത് ഒരേപോലെയാണോ കൊടുക്കേണ്ടത്? ഇനി അങ്ങനെ അല്ല, ഒരാൾക്ക് തൊഴിൽ നൽകി ആ ആൾ അധ്വാനിച്ച് ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കുക എന്നതാണല്ലോ ശരിയായ സാമ്പത്തിക ശാസ്ത്രം എന്ന് ചോദിക്കുന്നവരുമില്ലേ? അല്ല, ഞങ്ങളിവിടെ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടല്ല കൊടുക്കുന്നത്. നമുക്ക് അറിയാം കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ, ഓരോ കുടുംബങ്ങളുടെയും സാമ്പത്തിക അവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുകയാണത്. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ 80% വരെ ഡിസ്കൗണ്ട് കൊടുത്ത സമയങ്ങളുണ്ട്. കാരണം അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യമായിരുന്നത്. ഇപ്പോൾ ആ ഡിസ്കൗണ്ട് കുറച്ച് 50% വരെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തുടക്കത്തിൽ ഞങ്ങൾ ഈ പച്ചക്കറി തുടങ്ങിയ സാധനങ്ങൾ 100% തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയിൽ നിന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 35% ഞങ്ങൾ ഇതേ പ്രദേശങ്ങളിൽ തന്നെ അത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ലക്ഷ്യം കാണുന്നത് ജനങ്ങളെ മടിയന്മാരാക്കുക എന്നുള്ളതല്ല. അവർക്ക് സൗജന്യങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം
അവർക്ക് അധ്വാനിക്കാനായിട്ടുള്ള, തൊഴിൽ കണ്ടെത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ ആ നാടിനെ ഉയർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെയാണ് 100% പച്ചക്കറികളും മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ 35% ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഒരിക്കലും ഏതൊരു രാജ്യത്തും നമ്മൾ മുഴുവനായിട്ട് സൗജന്യമായിട്ട് കൊടുത്ത് സൗജന്യങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അലസന്മാരും മടിയന്മാരുമായിട്ട് പോകും. അതൊരിക്കലും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് നല്ലതല്ല. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അപ്പോൾ ഈ ഒരു മാതൃകയുണ്ട്, അത് കിഴക്കമ്പലം പഞ്ചായത്തിൽ വളരെ വിജയകരമായി എന്ന വിലയിരുത്തൽ പാർട്ടി നടത്തുന്നുമുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് വരുന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യവ്യാപകമായ ചില രാഷ്ട്രീയ വിഷയങ്ങളിൽ 2020 കൃത്യമായ ഒരു നിലപാടെടുക്കുന്നില്ല. അതിൽ ഒന്ന് ഞാൻ പറയാതെ അങ്ങേക്ക് അറിയാം, പൗരത്വ ഭേദഗതി നിയമമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ 2020 എന്ത് നിലപാടാണ് എടുത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങയുടെ ഒരു അഭിമുഖം ഞാൻ കണ്ടിരുന്നു. അതിൽ പറയുന്നത്, കാരണം ഇതിനെതിരായി പറയുന്നവർ അന്ന് ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ, അപ്പോഴും നമുക്ക് ഒരു ബില്ല് പാസ്സാക്കുന്നതിൻ്റെ പ്രൊസീജിയർ അറിയാം. പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടെ പാസ്സാക്കണം, രാഷ്ട്രപതിയുടെ അടുത്ത് ചെല്ലണം. അപ്പോൾ കൃത്യമായ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി അവരുടെ അലയൻസ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അന്ന് അതിനെതിരെ പ്രതിഷേധം നടന്നപ്പോൾ 2020 എവിടെയായിരുന്നു ചോദിക്കുന്നവരുമുണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ തികച്ചും ഇന്നും ഞങ്ങളൊരു സംസ്ഥാന പാർട്ടിയല്ല, ഞങ്ങളൊരു പ്രാദേശിക പാർട്ടിയാണത്. ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തല്ല, ഇപ്പോൾ 5 പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഒരു പാർട്ടിയാണത്. ഞങ്ങൾ മത്സരിച്ച സ്ഥലത്തെല്ലാം ഞങ്ങൾ അധികാരത്തിലുണ്ടത്. 2, ഇങ്ങനെയുള്ള അതായത് ദേശീയ തലത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾക്ക് നിലപാടുകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നിലപാടുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഈ പൗരത്വ വിഷയത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം നിലപാടെടുത്തു എന്ന് പറയുന്നു. പക്ഷേ അതിനവർക്ക് ഒരു പരിഹാരവും കാണാൻ സാധിച്ചില്ല. ഇന്ന് ആ ബില്ല് നടപ്പിലാക്കിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒന്നിക്കണം. അവിടെ ഇവരതിനെതിരെ ശബ്ദമുയർത്തിയെങ്കിലും അത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട്, പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദമുയർത്തലായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം, അവർക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് ഇരിക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ ആത്മാർത്ഥതയോടുകൂടി അതിനെ എതിർത്തിരുന്നെങ്കിൽ ആ നിയമത്തിൽ പല ഭേദഗതികളും കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കാതിരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അതിന് അവർ അത്രമാത്രം ശ്രമിച്ചില്ല എന്നുള്ളതാണത്. ഇപ്പോൾ അത് നിയമം പാസ്സായി നടപ്പിലാക്കിയപ്പോൾ ഇപ്പോഴും ചെയ്യുന്നത് എന്താണത്? രാഷ്ട്രീയ മുതലെടുപ്പാണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും ചെയ്യുന്നത്, എല്ലാവരും നിലപാടുകൾ വ്യക്തമാക്കി ജനങ്ങളെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വോട്ട് മേടിക്കുന്ന ഒരു തന്ത്രം മാത്രമേ ഉള്ളത്. അപ്പോൾ ഇവരുടെ നിലപാടുകളിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. ജനങ്ങളുടെ വോട്ട് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ ആൾക്കനം നോക്കി മാത്രം നിലപാടുകൾ വ്യക്തമാക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡാണ്. ഓരോ കാര്യങ്ങളും മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം അതിൻ്റെ നിലപാടുകൾ. ആൾക്കനം നോക്കിയല്ല നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടത്. ആ നിലപാടുകൾ എടുത്താൽ മാത്രം പോരാ, അതിന് പരിഹാരം കാണാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കൂടി ഉണ്ടാവണം. അത് ഇന്ന് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഞങ്ങൾ വ്യത്യസ്തമാവുന്നത്. ഇവിടെ വരുന്ന 2 സംശയങ്ങൾ. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു ആത്മാർത്ഥതയില്ലാതെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആ കൂട്ടായ്മ എന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും ആത്മാർത്ഥത അളക്കാനുള്ള മെഷീനൊന്നുമില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലാണ്, എന്തെങ്കിലും ഒരു ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ അങ്ങനെ പറഞ്ഞത്. 2, അങ്ങനെ ഒരു ആത്മാർത്ഥമായി കൂട്ടിയോജിച്ച് നിലവിലെ ഭരണകൂടത്തിനെതിരായി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്നു. അപ്പോൾ അവിടെ 2020 പാർട്ടിക്ക് അതിൻ്റെതായ നിലപാടുണ്ട്. അത്തരത്തിലൊരു പ്രതിപക്ഷ കൂട്ടായ്മയോട് ബാക്കി എല്ലാ രാഷ്ട്രീയ വൈരവും മാറ്റിവെച്ച് 2020 യോജിക്കുമോ? 2 കാര്യങ്ങൾ. ഇതിലിപ്പോൾ നമ്മളുടെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് മുന്നണിയായിട്ടാണ് ഞാൻ കാണുന്നതിനെ. കാരണം ഈ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ ആ ഇലക്ഷനെ നേരിടാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് മുന്നണിയാണത്. അങ്ങനെയുള്ള മുന്നണികളിലല്ല ഞങ്ങൾക്ക് വിശ്വാസം. പക്ഷേ ഇങ്ങനെയുള്ള നമുക്ക് ജനങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ 2 തട്ടിലാക്കുന്ന ഏത് നിയമങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെതിരായിട്ട് ഞങ്ങൾ ഏത് പാർട്ടികളുടെ കൂടെയും ഞങ്ങൾ നിൽക്കും. അതിന് നമുക്ക്
ഒരു അലയൻസിൻ്റെ ആവശ്യമില്ല അതിനകത്ത്. അപ്പോൾ ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം. അപ്പം മെറിറ്റ് ബേസ്ഡിൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിന് സമാനമായിട്ട് നിലപാടുകൾ എടുക്കുന്ന പാർട്ടികളുടെ കൂടെ ഞങ്ങൾ അതിനെ എതിർക്കും. അതിപ്പോൾ ഞങ്ങളുടെ ഈ തവണ 2 പാർലമെൻറ്റ് സീറ്റിലേക്കാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അവിടെ പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഭരണപക്ഷത്തായിരിക്കുമോ പ്രതിപക്ഷത്തായിരിക്കുമോ എന്ന്. 2 പക്ഷത്തുമായിരിക്കില്ല ഞങ്ങൾ. ഈ 2 പക്ഷത്തും പെടാതെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാവുന്ന ഏത് നിയമങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ ഏതെല്ലാം പാർട്ടികളുണ്ടോ അവരോടൊപ്പം ഞങ്ങൾ നിൽക്കും. അതിനെ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും. അതായിരിക്കും ഞങ്ങളുടെ നിലപാട്. അപ്പോൾ അങ്ങ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് സഖ്യം വേറെയാണ്, അതേസമയം വിവിധ വിഷയങ്ങളിലുള്ള 2020 നിലപാട് വേറെയാണ്. ആ നിലപാട് ഒരു പ്രത്യേക വിഷയത്തിൽ ഭരണകൂടത്തിനെതിരാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുമായി മറ്റു വൈരങ്ങൾ മറന്ന് സഹകരിക്കാൻ 2020 തയ്യാറാണ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞങ്ങൾക്ക് ആരോടും വൈരങ്ങളില്ല. അവിടെ അവരൊക്കെ ഈ പരമ്പരാഗതമായിട്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിനോടാണ് ഞങ്ങളെതിരെ. ഈ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന ഏത് പദ്ധതികൾ, ഏത് നിയമം വന്നാലും ഞങ്ങളതിനെ അനുകൂലിക്കും. രാജ്യത്തിന് ദോഷമുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന ഏത് പദ്ധതികൾ വന്നാലും ഞങ്ങൾ എതിർക്കും. അതാരൊക്കെയാണോ അതുകൊണ്ട് ആ ഒരു ആശയത്തിൽ യോജിക്കുന്നത് അവരുമായിട്ട് ഒന്നിച്ച് നിൽക്കും. അതിനിപ്പോൾ അവരുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഈ അലയൻസ് തന്നെ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ അലയൻസ് ഇല്ലാതെയോ, അത് ജയിച്ചാലും ശരി തോറ്റാലും ശരി ഈ അലയൻസ് പിന്നീട് ഈ വീണ്ടും അലയൻസ് വരുന്നത് എപ്പോഴാണ്? ഇനി 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഈ അലയൻസിൽ കൂടിയിരിക്കുന്ന ആർക്കും ഇതിൽ ആത്മാർത്ഥതയില്ല എന്ന്. ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി അത് വരുമ്പോൾ തന്നെ പല പക്ഷങ്ങളാണ് ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷം പറയുന്നു, എന്തുകൊണ്ട് ഈ 3 രാജ്യങ്ങൾ, എന്തുകൊണ്ട് 2014 ഡിസംബർ 31 എന്ന് പറയുന്ന ഈ തീയതി, എന്തുകൊണ്ട് 6 മതവിഭാഗങ്ങൾ, എന്തുകൊണ്ട് ചില മതവിഭാഗങ്ങളെ, അത് ഞാൻ മുസ്ലിം എന്ന് മാത്രം പറയുന്നില്ല, മുസ്ലിങ്ങളും ജൂതരും അടക്കമുള്ള പല മതവിഭാഗങ്ങളും അവിടെ ഒഴിവാക്കപ്പെട്ടു. മറുഭാഗത്ത് വേറൊരു വേർഷൻ ഉള്ളത്, ഇത് മതപീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പലായനമാണ്, അതുകൊണ്ട് തന്നെ ഇസ്ലാം മതപീഡനം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുണ്ടാകില്ല. 3 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പോഴും മുഹമ്മദീയരടക്കമുള്ള നോൺ മുസ്ലിം എന്ന് പറയുന്ന അവർ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തിൽ ഇങ്ങനെ പ്രധാന പക്ഷങ്ങൾ ഇത് രണ്ടുമാണ്. 2020 ഏത് പക്ഷത്താണ്? ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനെയും മതത്തിൻ്റെ പേരിൽ വിഭജിക്കുന്നത് തെറ്റാണ്. ഞങ്ങൾ ആ പക്ഷമാണത്. ഒരിക്കലും മതത്തിൻ്റെ പേരിൽ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം ജനങ്ങളെ രണ്ടായിട്ട് കാണുന്ന ഏത് നടപടിയും, ഇനിയിപ്പോൾ പൗരത്വ നിയമം എന്ന് മാത്രമല്ല, ഏത് നിയമത്തിലായാലും ഇന്ത്യയിലെ ഓരോ പൗരനും തുല്യനീതി ഉറപ്പാക്കുന്ന രീതി മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ജൂതരായിക്കോട്ടെ. കാരണം മതമല്ല ഇവിടെ പ്രധാനം. ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരരും ഒരുപോലെയാണത്. അവരുടെ അവകാശങ്ങൾ ഒരുപോലെയാണത്. അവരെ രണ്ടായിട്ട് വേർതിരിക്കുന്ന ഒരു ഭരണ സംവിധാനവും ശരിയല്ല എന്നുള്ള ചിന്താഗതിയാണ് ഞങ്ങൾ. മതത്തിനെ ഒരിക്കലും രാഷ്ട്രീയത്തിനോട് കൊണ്ടുവരുന്നതും രാഷ്ട്രീയം മതത്തിൽ ഇടപെടുന്നതും രണ്ടും തെറ്റാണത്. മതത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അത് ഓരോരുത്തർക്കും ഓരോ മതത്തിൽ വിശ്വസിക്കാനും അതിൽ പ്രവർത്തിക്കാനുമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെയാണ്. ഇത് രണ്ടും കൂട്ടിയിണക്കിയാണ് ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഇന്ന പാർട്ടിയെന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു സമീപനമാണത്. അപ്പം മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി എന്നുള്ളതാണത്. അതെ, അത് വാസ്തവമാണെന്ന് പറയുമ്പോഴും നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ കാതലായ തത്വമാണ് സോവറീൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ സെക്യുലർ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് അങ്ങ് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ഒരു കാലയളവിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം ഈ സെക്യുലർ എന്ന് പറയുന്ന പദവും നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് എത്തിയാൽ 2020 തീർച്ചയായും അതിന് എതിരായിരിക്കുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തരും, ഇപ്പോൾ അമേരിക്കയിൽ തന്നെ മാർട്ടിൻ ലൂതർ കിങ് സമരം ചെയ്തതും വലിയ പ്രക്ഷോഭങ്ങളും നടത്തിയതാണത്. മതത്തിൻ്റെ പേരിൽ, കളറിൻ്റെ പേരിൽ ഒരു തിരിച്ച് വ്യത്യാസം പാടില്ല എന്നുള്ളതാണത്. അപ്പോൾ
വലിയ അമേരിക്കയിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു നിലപാട് നിലനിന്നിരുന്നു. അതിനെതിരെ സമരം ചെയ്ത് യുദ്ധം ചെയ്താണ് ജനങ്ങൾ ഇന്ന് അതിജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് അങ്ങനെ ഒരു നിലപാട് ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും അത് നാളെ അവസാനിപ്പിക്കേണ്ട സാഹചര്യം വരും. ജനങ്ങൾ അതിനു വേണ്ടി അതിനെതിരായിട്ട് നിൽക്കും. അതുപോലെയുള്ളൊരു വിപ്ലവം നടക്കും. പക്ഷേ ഇവിടെയും ഇങ്ങനെ ഒരു തീരുമാനം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുക്കുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. അമേരിക്കയിൽ അങ്ങനെ ഒരു വിപ്ലവം ജയിച്ചതിൻ്റെ കാരണം അവിടെ അങ്ങനെ ഒരു വിപ്ലവം നടന്നപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്നുള്ളതാണ്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. ഇവിടെ അതല്ല. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, വഞ്ചിക്കുന്നുണ്ടെങ്കിലും അന്തർധാര ഇതിനിടയിൽ നടക്കുകയാണത്. അപ്പോൾ പലർക്കും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നില്ല. ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും അത് സാധ്യമാണ്. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ 4ാമത്തെ പ്രസിഡന്റായിരുന്ന ജെയിംസ് മാഡിസൺ പറയുന്നുണ്ട്, ഈ ഫെഡറലിസ്റ്റ് 10 എന്ന് പറയുന്ന പ്രത്യേക പേപ്പറിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജനാധിപത്യത്തിൽ അതിൻ്റെ എല്ലാ നന്മകളും ഉള്ളപ്പോൾ തന്നെ ചെറിയ ചില റാഡിക്കൽ ഗ്രൂപ്പുകൾ അവരവരുടേതായ പാഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ആശയം അത് ചിലപ്പോൾ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പടർന്നൊഴുകി വലിയ അപകടകരമായ ഒരു രീതിയിലേക്ക് മാറാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും നമ്മുടെ ജനാധിപത്യത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ ഭൂരിപക്ഷം അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അല്ല, അത് ജനങ്ങൾ ഇതിനെ ശക്തിപ്പെടാതെ ഇങ്ങനെയുള്ള പ്രവണതകൾ നമുക്ക് തടയാൻ സാധിക്കില്ല. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ നമ്മൾ ബോധവൽക്കരിക്കുക, അതിൽ കൂടി മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ജനങ്ങൾ അന്ധമായിട്ട് അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മിസ്ഗൈഡ് ചെയ്യപ്പെടുകയാണത്. അപ്പോൾ അത് എന്ന് നമുക്ക് സാധ്യമാകുന്നോ അന്നായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുക. അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുക. പഴയ തലമുറ മാറി വിദ്യാസമ്പന്നരായിട്ടുള്ളൊരു തലമുറ വന്നുകൊണ്ടിരിക്കുക. അവർക്ക് ഈ മതത്തിലും രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യങ്ങളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു കാലം വരും. ഇന്ന് പലപ്പോഴും പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലായാലും ശരി നമ്മൾ പറയുന്ന 100% ലിറ്ററസി ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവിടെയും ജനങ്ങൾ കബളിക്കപ്പെടുകയാണത്. അവരുടെ വിദ്യാഭ്യാസ കുറവായിരിക്കാം, അവരുടെ അറിവ് കുറവായിരിക്കാം. അതാണ് രാഷ്ട്രീയക്കാർ മുതലെടുക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വരണം. അവർ പുതിയ തലമുറ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെ മാറ്റം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ പറഞ്ഞതിൽ ഒരു തിരുത്ത് വേണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഏറലാകും. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഒട്ടും കുറവില്ല. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ചിലപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് ചിന്തിക്കുന്ന രീതിയിലുള്ള ആ ചിന്താധാരയിലേക്കുള്ള ആൾക്കാരെന്നായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ ഈ വിദ്യാഭ്യാസം 100% ലിറ്ററസി എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമല്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ തലമുറയിലുള്ള ആളുകളെ പറ്റിയാണത്. പക്ഷെ നമ്മളുടെ വോട്ടേഴ്സിന് ഭൂരിഭാഗം എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ഇന്നത്തെ ഈ 30 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയുള്ള യുവാക്കളൊന്നും വോട്ടിങ്ങിന് പോകാറില്ല. അപ്പോൾ അവരുടെ തീരുമാനങ്ങളല്ല അവിടെ നടപ്പിലാകുന്നത്. അപ്പോൾ ഇതിന് മുമ്പിലുള്ള അവരുടെ മാതാപിതാക്കൾ അവരെ നോക്കിക്കഴിഞ്ഞാൽ അവരെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഒരു 30-35% കൂടുതൽ ആളുകൾ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണത്. അവിടെയാണ് രാഷ്ട്രീയക്കാരുടെ ചൂഷണം. ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാലും അത് എത്ര ശതമാനം ആളുകളിൽ എത്തുന്നുണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന, ഇപ്പോൾ ഈ പൗരത്വ നിയമമായിക്കോട്ടെ, കർഷക സമരമായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് റൂറൽ ഏരിയകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് എത്തുന്നില്ല. അവരത് അറിയുന്നില്ല എന്നുള്ളതാണ്. പേപ്പർ വായിക്കാത്തവരാണ്, സോഷ്യൽ മീഡിയ എത്താത്തവരാണ്, ടി വി ഉണ്ടെങ്കിലും ന്യൂസ് കാണാത്തവരാണത്. അതാണ് അവിടുത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അവരുടെ വിദ്യാഭ്യാസ കുറവ്, അറിവ് കുറവ് എന്ന് പറയും. ഇപ്പോൾ സാമൂഹികമായ ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. ഈ പറയുന്നത് പോലെ യുവാക്കൾ എത്രത്തോളം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നു എന്നതിന് കണക്കുകളൊക്കെ ഉണ്ട്. വളരെ ആക്റ്റീവായി പങ്കാളികളാകുന്ന യുവാക്കൾ നിരവധിയുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന യുവജനങ്ങൾ കൂടുതലുണ്ട്. പക്ഷേ അവരുടെ രാഷ്ട്രീയ ബോധവും അവർ ഏത് രീതിയിൽ കാര്യങ്ങളോട് പ്രതികരിക്കുന്നു എന്നതും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം.
ഇന്നത്തെ യുവാക്കൾ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇന്നിപ്പോൾ ഒരു വർഷം ഏതാണ്ട് 3 ലക്ഷം യുവതി യുവാക്കളാണ് കേരളം വിട്ടുപോകുന്നത്. ഏത് വിദ്യാഭ്യാസത്തിനായിട്ട് കേരളം വിട്ടുപോകുക. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് പറയുമ്പോഴും അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തെയാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അളവ് കൂടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 3 ലക്ഷം കുട്ടികൾ ഓരോ വർഷവും ഈ നാട് വിട്ടു പോകുന്നു? അപ്പോൾ അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, ഇന്നത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ വിശ്വാസമില്ല, അവരിവിടെ സുരക്ഷിതരല്ല എന്ന് തോന്നുകൊണ്ടാണ് അവർ നാട് വിട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയൊരു വിപ്ലവം പുതിയ തലമുറയെ കൊണ്ടുണ്ടാവും തോന്നുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും 30 വയസ്സിൽ കൂടി 30 വയസ്സിൽ താഴെയുള്ള എത്ര യുവാക്കൾ ഇവിടെ ഉണ്ടാവും? ഇന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ എല്ലാവരും നാടുവിടുകയാണത്. 80% 90% നാട് വിട്ടുകൊണ്ടിരിക്കുക. ആ സാഹചര്യത്തിൽ എന്ത് വിപ്ലവം ഉണ്ടാകാൻ പോകുന്നു ഇവിടെ? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് ഈ ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തെ എതിർക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 20 വർഷം കഴിയുമ്പോൾ മലയാളി എന്ന് പറയുന്ന ഒരു വംശം കേരളത്തിലില്ലാതെയാവും. കാരണം കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ അവരുടെ മാതാപിതാക്കളും അവരോടൊപ്പം നാട് വിട്ടു തുടങ്ങിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ 20 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ മലയാളി ഉണ്ടാവില്ല. അപ്പോൾ വിപ്ലവത്തിന് എവിടെ സാധ്യത? കേരളത്തിൻ്റെ സവിശേഷമായ ഒരു പ്രശ്നമാണത്. ഇപ്പോൾ കേരളത്തിലെ ഭരണാധികാരികളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്. ഈ പറയുന്നതിൽ ഒരു ഭാഗം, അതായത് വിദ്യാഭ്യാസ നമ്മൾ ഈ പോകുന്ന കുട്ടികളിൽ പലരുമായും നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞിട്ടോ ഒന്നുമല്ല ഞങ്ങൾ പോകുന്നത്. അതിപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന വ്യക്തികളോട് വളരെ നല്ല രീതിയിൽ അവിടെ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളും ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇവരൊക്കെ പോകുന്നത് മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം അതിനുള്ള ഒരു ചവിട്ടുപടിയാണ്. അവിടെ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അവർക്കൊരു പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പ് ലഭിക്കാനുള്ള ഒരു ചവിട്ടുപടിയായി കണ്ടുപോകുന്നു എന്ന ഒരു വിവക്ഷ കൂടി അതിനുണ്ട്. ഞാനത് പൂർണ്ണമായിട്ടും ആ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇതിലിപ്പോൾ ഏതാണ്ട് 1 ലക്ഷം കുട്ടികളാണ് വിദേശങ്ങളിലേക്ക് പോകുന്നത് ഒരു വർഷം. 2 ലക്ഷം കുട്ടികൾ അന്യസംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? അന്യസംസ്ഥാനങ്ങൾ കേരളത്തിലുള്ളതിനേക്കാൾ വലിയ സവിശേഷതകളൊന്നുമില്ല. അപ്പോൾ 2 ലക്ഷം കുട്ടികൾ ഓരോ വർഷവും അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം വളരെ കുറഞ്ഞതുകൊണ്ടാണത്. ഈ വിദ്യാഭ്യാസ നിലവാരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് കാര്യമില്ല. നമുക്കറിയാം അമേരിക്കയിലും അല്ലെങ്കിൽ UK-യിലും ഓസ്ട്രേലിയയിലുമൊക്കെ കിട്ടുന്ന അവരുടെ രീതികൾ തന്നെ വ്യത്യാസമുണ്ട്. അത് കിൻഡർ ഗാർഡൻ മുതൽ എല്ലാ ലെവലിലും അവരുടെ അപ്രോച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ പുസ്തകത്തിൽ ബൈഹാർട്ടാക്കി പരീക്ഷ എഴുതി പാസ്സാക്കി ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ പ്രായോഗിക വിദ്യാഭ്യാസമാണത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് കേരളത്തിൽ പഠിച്ച ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള സാഹചര്യമില്ല. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ എൻജിനീയേഴ്സുണ്ട്, MBA-കാരുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, ഇവരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവരെ ആദ്യം ഒരു 0-യിൽ നിന്ന് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കണം. കാരണം ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണത്. അതാണ് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളിലായിക്കോട്ടെ, അവരെ തിയറി പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ സൈഡാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ സൈഡ് പഠിപ്പിക്കുകയാണിത്. ഒരു ഗാർമെൻറ്റ് വ്യവസായം എടുക്കുക, ഇപ്പോൾ ഫാഷൻ ടെക്നോളജി. അതിൽ ഫാഷൻ ടെക്നോളജി ബുക്ക് വായിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ബേസിക്സ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആ ഒരു രീതിയാണ് വിദേശങ്ങളിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഈ പുസ്തകം പഠിച്ച് ബൈഹാർട്ടാക്കി പരീക്ഷ എഴുതി അതിന് മാർക്ക് കൊടുത്ത് ജയിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് തൊഴിൽ സാധ്യതകൾ കുറവ്. കേരളത്തിൽ പഠിച്ച് പാസ്സായ ഡിഗ്രി പഠിച്ച ആൾക്ക് വേറെ ഒരു രാജ്യത്ത് പോയാലും ജോലി കിട്ടില്ല. അതിൻ്റെ കാരണം അതുകൊണ്ടാണ് കാനഡയ്ക്ക് പോകണമെങ്കിൽ വേറെ ടെസ്റ്റ് എഴുതണം. ഏത് രാജ്യങ്ങളിട്ട് പോകണമെങ്കിലും അവരുടെ ടെസ്റ്റുകൾ എഴുതി പാസ്സാവണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നത്? അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല.
പിന്നെ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 2017 ഫിനാൻസ് ബില്ലിൽ കൂടെ വന്ന ഒരു പരിഷ്കാരം 2018 ജനുവരി 29 കേന്ദ്ര സർക്കാർ NDA സർക്കാർ അത് ഒരു വിജ്ഞാപനമായി ഉത്തരവിറക്കുന്നു. അതിൽ പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏതൊരു കമ്പനിക്കും ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനത്തിന്റെ ഭാഗമാകാം. ഇലക്ട്രൽ ബോണ്ട് ഈ രാജ്യത്ത് പ്രായോഗികമാകുന്നു. അതുകൊണ്ട് തന്നെ അങ്ങ് എന്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഏതൊരു പൗരനും ഏത് കമ്പനിക്കും വാങ്ങാവുന്നതാണ് ഇലക്ട്രൽ ബോണ്ട്. പക്ഷേ ഇന്ന് അങ്ങയുടെ ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് തെറ്റായിപ്പോയി 2020 അധ്യക്ഷൻ സാബു ജേക്കബ് എന്നൊരു പരാമർശം കണ്ടു. അതെന്താണ് അങ്ങനെ തോന്നിയത്? ഞാൻ ഒരിക്കലും അങ്ങനെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. അത് തെറ്റായിട്ട് വളച്ചൊടിച്ച് ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് പ്രസിദ്ധപ്പെടുത്തിയതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമ സംവിധാനത്തിൽ കൂടി ഞാൻ ബോണ്ട് വാങ്ങി എന്നുള്ളത് ശരിയാണത്. അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കിറ്റെക്സ് എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണത്. സെബിയുടെ നിയന്ത്രണത്തിൽ അവരുടെ നിയന്ത്രണങ്ങൾക്ക് അനുസരണമായിട്ടാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഓരോ ക്വാർട്ടറിലും ഓരോ 3 മാസവും ഞങ്ങൾ ഓരോ ക്വാർട്ടറിലെയും കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യണം. സെബിയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. അത് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, ആർക്കും അത് ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വലിയൊരു വിവാദമായി വന്നു, സുപ്രീം കോടതി ഇടപെട്ടു വന്നപ്പോഴാണ് അത് ആളുകൾ ചർച്ചയിലേക്ക് വന്നത്. പക്ഷേ ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് വാങ്ങിയോ ആ ക്വാർട്ടറിൽ തന്നെ ഇലക്ട്രൽ ബോണ്ട് ഇത്ര വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോഴും സൈറ്റിൽ നോക്കിയാൽ അറിയാതെ. അപ്പോൾ അവിടെ ഒരു രഹസ്യ സ്വഭാവമില്ല, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ എന്ന് മാത്രമല്ല, ലോകത്തിൽ അമേരിക്കയിലായിക്കോട്ടെ, UK ഈവൻ സിംഗപ്പൂർ സീറോ കറപ്ഷൻ ഉള്ള ഒരു രാജ്യമാണത്. അവിടെയും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ വ്യവസായികളുടെ കയ്യിൽ നിന്ന്, ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്ന് അവർ ഡൊണേഷൻ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഈ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ക്യാഷായിട്ട് കൊടുക്കാം, ചെക്കായിട്ട് കൊടുക്കാം, ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മണി ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട്, അങ്ങനെ വിവിധ ടൈപ്പാണ്. എൻഡ് ഓഫ് ദി ഡേ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്യാഷായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത ആൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കും മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ 12,500 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ തുക ക്യാഷായിട്ട്, ബ്ലാക്ക് മണി ആയിട്ട് രാഷ്ട്രീയക്കാർ സ്വീകരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ 10 മടങ്ങെന്ന് ഞാൻ പറയുന്നത്. അത് കണ്ടുപിടിക്കാനോ നിർത്തലാക്കാനോ ഒരു സംവിധാനം നമുക്കില്ല. നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കൂടെ പോവുകയാണതിപ്പോൾ. ഇലക്ട്രൽ ബോണ്ടിൽ നമ്മളൊരു ചെക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ടുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ ഒരു പ്രൈവസി ഉണ്ട്. ഒന്ന്, കൊടുക്കുന്ന സ്ഥാപനത്തിന് അവരുടെ എത്ര ഇന്ന പാർട്ടിക്ക് കൊടുത്തു എന്ന് അറിയില്ല. അതിൻ്റെ ഒരു ഗുണം ഈ എസ്പെഷ്യലി ബിസിനസ് നടത്തുന്നവർക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന പാർട്ടിക്ക് ഇത്ര കൊടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പാർട്ടി വന്ന് അതിനേക്കാൾ കൂടിയ തുകയായിരിക്കും ചോദിക്കുക. ആ ഒരു പ്രൈവസി മാത്രമാണ് ഇതിനകത്തുള്ള ഈ കൊടുക്കുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചെക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നതും ഒരുപോലെയാണ്. കാരണം അവിടെ രഹസ്യമൊന്നുമില്ല. ഞങ്ങളിത് ഇന്ന പാർട്ടിക്ക് കൊടുക്കുന്നു, ആ പാർട്ടി അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നതും അത് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നാളെ 4 മണിക്കുള്ളിൽ ഇത് ആർക്ക് കൊടുത്തു, ആരുടെ പണം ആർക്കെത്തി എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. പല ആളുകളും അത് ഭയപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ ഇലക്ട്രൽ ബോണ്ടിൽ കൂടി ഒട്ടനവധി ആളുകൾ അഴിമതി നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്വാൻറ്റേജസ് അതിൽ കൂടി നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വായിച്ചറിവ് മാത്രമേ എനിക്കുള്ളൂ. കാരണം NIA അന്വേഷിക്കുന്ന ആളുകൾ ഭീമമായിട്ടുള്ള തുക കൊടുത്തതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ വിവിധ കേസുകളിൽ പെട്ടിരിക്കുന്ന ആളുകൾ കൊടുത്തായി കഴിഞ്ഞു. പക്ഷേ കിറ്റെക്സിൻ്റെ കാര്യത്തിൽ ഒന്ന്, ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ പണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് കൂടാതെ ചെക്കായിട്ട് കൊടുത്തിരിക്കുന്ന വിവിധ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ഒരു ഗവൺമെൻറ്റിൽ നിന്നോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒരു വിധത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ നേടിയിട്ടില്ല എന്നുള്ളതാണത്. അപ്പോൾ പ്യുവർലി
മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലും ചെയ്യുന്ന നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു ഡൊണേഷൻ കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും അതിനകത്തില്ല. അത് നാളെ പുറത്ത് വരുന്നതിനോ അതിൻ്റെ പേര് വരുന്നതിനോ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. കാരണം ആ പണം കൊടുത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കൊരു അഴിമതി നടത്തുകയോ ഏതെങ്കിലും അഡ്വാൻറ്റേജ് ഏതെങ്കിലും കാര്യസാധ്യങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നോ രാഷ്ട്രീയക്കാരിൽ നിന്നോ നേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനം തന്നെ ഉപേക്ഷിക്കാം. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു പോയിന്റ് കിടക്കുന്നത്. കാരണം അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ വികസിത രാജ്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബിസിനസ്സുകൾ സംഭാവനകൾ നൽകാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇതിനെ ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ അല്ലെങ്കിൽ ഇനി കിട്ടാനിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അഡ്വാൻസ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 2023 ജൂലൈയിലാണ് അങ്ങയുടെ കമ്പനി ഈ പണം കൊടുത്തിരിക്കുന്നത്. 2023 അതേ വർഷം നവംബറിലാണ് തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങയുടെ കമ്പനി അവിടെയുണ്ട്, തെലങ്കാനയിലുണ്ട്. അപ്പം ഇത് തമ്മിലൊരു ബന്ധമുണ്ടോ എന്ന രീതിയിൽ അല്ല, അത് ഇപ്പം നാളെ അതിൻ്റെ ലിസ്റ്റ് പുറത്ത് വരുമ്പോൾ അറിയേണ്ട ഒരു കാര്യമാണത്. ഞാനായിട്ട് ഇന്നിപ്പോൾ 12,500 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നടന്നിട്ടുണ്ട്. ഇതുവരെ ആരും കൊടുത്തിരിക്കുന്ന ഒരു കോർപ്പറേറ്റും ഇൻക്ലൂഡിങ് MRF കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ, ഇല്ലേ? അവരാരെങ്കിലും പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ഒരിക്കലും ആ രീതി ലംഘിക്കുന്നത് ശരിയല്ല. നമ്മളിനിപ്പോൾ 24 മണിക്കൂർ പോലും കാത്തിരിക്കേണ്ട കാര്യമില്ല. അത് പുറത്ത് വരട്ടെ. അതിനകത്ത് ഞങ്ങളിപ്പോൾ ഈ കിറ്റക്സിനെ സംബന്ധിച്ച് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മളിപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. ഞങ്ങൾ എത്രയോ സംഭാവന കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ കണ്ടില്ലേ, 30 ലക്ഷം രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ഏതെങ്കിലും ഗവൺമെൻറ് പറയട്ടെ, 10-30 വർഷക്കാലമായിട്ട് ഞങ്ങൾ ബിസിനസ്സിൽ സജീവമായിട്ട് വന്ന ആ കാലം മുതൽ ഇതുപോലെയുള്ള പിരിവുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും, ഇന്ന പാർട്ടി എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ട്, BJPക്ക് കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ നമുക്കുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയൊക്കെ ഞങ്ങളുടെ വ്യവസായങ്ങളുണ്ടോ. ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഈ വർഷം ഇലക്ഷൻ വരികയാണത്. ഞങ്ങൾ അവിടെയും ഞങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും കൊടുക്കുന്നുണ്ട്, ഡെമോക്രാറ്റിക് പാർട്ടിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു നമ്മളുടെ സംവിധാനത്തിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. അതിൽ കവിഞ്ഞ് അതിലൊന്നുമില്ല. അവിടെ ആരെങ്കിലും അത് കൊടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണത്. 68 വ്യവസായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റിൽ നിന്നും അങ്ങോട്ട് സഹായം കൊടുത്തിട്ടുള്ളതല്ലാതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സംഭാവന കൊടുത്തിട്ടുള്ളതല്ലാതെ 1 രൂപയുടെ പോലും സഹായം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, ഇനിയൊട്ട് സ്വീകരിക്കുകയുമില്ല. അത് എൻ്റെ പിതാവിൻ്റെ കാലം മുതൽ ഞങ്ങളോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2005 മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഞങ്ങൾക്ക് അടുപ്പമുണ്ടത്. അദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് CPM ഭരിക്കുകയാണ് ഇവിടെ. ഞങ്ങളുടെ ഫാക്ടറി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടോ മറ്റുള്ള കാര്യങ്ങളിലോ ഏത് കാര്യങ്ങളിലും പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർ പരമാധികാരിയാണത്. ആ ഗവൺമെൻറ്റിൽ ഇപ്പോൾ അദ്ദേഹം ഭരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം വളരെ അടുത്ത് ഞാൻ അദ്ദേഹമായിട്ട് പ്രവർത്തിച്ചതാണ്. 1 രൂപയുടെ ഞാൻ ഒരു കാര്യം പോലും, ഒരു ജോലിയുടെ റെക്കമെൻഡേഷനോ ഏതെങ്കിലും രീതിയിലുള്ള റെക്കമെൻഡേഷനോ ഏതെങ്കിലും ഒരു കേസോ ഇന്ന് വരെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല, അദ്ദേഹം ചെയ്തിട്ടുമില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. അതേ സമയത്ത് ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിനും അദ്ദേഹത്തിനും അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ സുതാര്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കെന്തിനാ ഭയപ്പെടേണ്ട കാര്യമുള്ളത്? അതിപ്പോൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയെന്നില്ല, ഏത് പാർട്ടിക്കും. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിൽ അങ്ങേക്ക് ഖേദമില്ല. അപ്പോൾ ആ രീതിയിൽ, അതായത് തെറ്റായി പോയി എന്ന് പറയുന്ന രീതിയിൽ വന്ന വാർത്തകൾ തെറ്റാണ്. എനിക്കറിയില്ല ഏത് ചാനലിലാണ്. ഞാനൊരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. കാരണം നിയമപരമായിട്ട് ചെയ്തൊരു കാര്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇത് നിയമം കൊണ്ട് എന്ന് നിരോധിക്കുന്നു അന്ന് വരെ ഞാൻ മാത്രമല്ല ഏതൊരു വ്യവസായിയും ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി പറയട്ടെ, ഒരിക്കലും ഇനി കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വ്യവസായികൾ രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന് ബഹളം കൂട്ടുന്ന, ഇപ്പോൾ CPM ആണല്ലോ ഇതിനെതിരായിട്ട് കോടതി പോയത്, അവർക്ക് എന്ത് അർഹത അതിനകത്തുള്ളത്? അവർ ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് പോയി. എന്നിട്ട് ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ചെക്ക് മേടിക്കുന്നു.
എന്ത് അർഹതയിലാണ്, എന്ത് അധികാരത്തിലാണ് അവരത് അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ഒരു ഇതിന് പോകുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഇപ്പോൾ ഫൈനലി രണ്ടുപേരുടെ കാര്യത്തിലും ശരിയല്ലേ, ഇലക്ട്രൽ ബോണ്ടായിട്ട് പൈസ കിട്ടിയാലും ചെക്കായിട്ട് പൈസ കിട്ടിയാലും എന്താ വ്യത്യാസം? അപ്പോൾ അവരൊക്കെ തീരുമാനിക്കണം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി തീരുമാനിക്കട്ടെ, ഇനി മുതൽ ഞങ്ങൾ സംഭാവനകൾ സ്വീകരിക്കില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? മാധ്യമങ്ങളായിക്കോട്ടെ, നമ്മൾ സർക്കാരിനെ വിമർശിക്കാറുണ്ട് അല്ലേ, അതേ സമയത്ത് നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സംവിധാനത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇലയ്ക്കും മുള്ളിനും ദൂഷ്യമില്ലാത്ത രീതിയിൽ എല്ലാവരും പോകുന്നു. മാധ്യമങ്ങളായിക്കോട്ടെ, ഇപ്പോൾ MRF എന്തിനാണ് അവർ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നത്? വളരെ ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും ഒരു ശക്തിയുള്ള ഒരു മാധ്യമമാണ് അവരുടെ കയ്യിലുള്ളത് അല്ലേ. MRF ഇല്ലേ ലിസ്റ്റിൽ. അപ്പോൾ അവരും എന്തിനു കൊടുക്കുന്നു? അപ്പോൾ എന്നെ മാത്രം ഇത് ഫോക്കസ് ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, അതായത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പറയുന്നത് ഇലക്ടറൽ ബോണ്ട് കൊടുത്തില്ലെങ്കിൽ IT, ED, CBI ത്രയങ്ങൾ ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടേതായ അധികാര പരിധിയിൽ കയറി ഇറങ്ങി അദ്ദേഹത്തിന് ശല്യമുണ്ടാക്കും, അല്ലെങ്കിൽ ശത്രുതാപരമായ മനോഭാവത്തോടു കൂടെ പിന്നീട് ആ ബിസിനസ് മുന്നോട്ട് പോകാൻ നടത്തില്ല എന്ന രീതിയിലാണ്. അപ്പോൾ ഇത് തന്നെയാണ് മറ്റൊരു രീതിയിൽ ഈ പറയുന്ന പിരിവ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ ഇലക്ട്രൽ ബോണ്ട്? കോൺഗ്രസ് എങ്ങനെ അങ്ങനെ പറയുക? ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ 50% കിട്ടിയിരിക്കുന്നത് BJPക്കാണ്, പിന്നെ അടുത്ത് രണ്ടാമത് നിൽക്കുന്ന കോൺഗ്രസ്സാണ്. പിന്നെ എങ്ങനെയാണ് അവരങ്ങനെ ഒരു ആരോപണം പറയുക? എന്തായാലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇന്നത് തന്നില്ലെങ്കിൽ നിൻ്റെ സ്ഥാപനത്തെ പൂട്ടിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സംഭാവനകൾ കൊടുത്തിരിക്കുന്നതെല്ലാം ഞങ്ങൾ മനസ്സറിഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ്. ആരുടെയും ഭീഷണിക്ക് വഴങ്ങി ഞങ്ങൾ ഇതുവരെ ആർക്കും സംഭാവന കൊടുത്തിട്ടില്ല. ചിലപ്പോൾ അവർ ആവശ്യപ്പെടുന്ന തുക അത്രയും ബുദ്ധിമുട്ടാണെന്ന് പറയും, അപ്പോൾ ഞങ്ങളത് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കും. അല്ലാതെ ഇത്ര കിട്ടണം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ വളർന്നു വരുന്ന ആ സമയത്ത്. അതായത് ഞങ്ങളുടെ വ്യവസായങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ ആ രീതിയിലുള്ള സമ്മർദ്ദത്തിലും ഭീഷണിയിലൊക്കെ സംഭാവന സ്വീകരിച്ചിരുന്നു. കാരണം അന്ന് ഭീഷണിപ്പെടുത്തിയാൽ നടക്കും, ഇന്ന് അവർക്കറിയാം ഭീഷണിപ്പെടുത്തിയാൽ നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അധികം ആളുകളും റിക്വസ്റ്റാണ്. ഒരു പാർട്ടിയും ഞങ്ങളെ അങ്ങനെ ഭീഷണിപ്പെടുത്തി എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ പുറകോട്ട് ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ ആരും ഭീഷണിപ്പെടുത്തി സംഭാവന മേടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വേറൊരു കൗതുകം തോന്നുന്നത്, അങ്ങേക്ക് സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ള വ്യക്തിയാണ്, അങ്ങയുടെ പാർട്ടിക്കും ഫണ്ട് വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ അങ്ങയുടെ പാർട്ടിക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി എന്തുകൊണ്ട് പണം കൊടുത്തില്ല? കൊടുത്തിട്ടുണ്ടോ? അല്ല, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ സംസ്ഥാന പാർട്ടി പോലുമല്ല, അപ്പോൾ അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ, ഞങ്ങൾക്കത് സ്വീകരിക്കാനായിട്ടുള്ള നിയമം അനുവദിക്കുന്നില്ല. ഞങ്ങളും ഇപ്പോൾ ഈ ഇലക്ഷന് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയൊരു ചിലവുള്ളൊരു സംഭവമാണത്. നമ്മൾ വിചാരിക്കുന്ന മാതിരി നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നല്ല രീതിയിൽ രാഷ്ട്രീയം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അഴിമതിയില്ലാതെ രാഷ്ട്രീയം കൊണ്ടുപോകണമെങ്കിൽ അത്രമാത്രം സാമ്പത്തികം ആവശ്യമാണത്. ഇപ്പോൾ ഞങ്ങൾ 2 സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, അതിന് ഭീമമായ തുക വേണം. 95 ഏതാണ്ട് 2 കോടി രൂപ വേണം. ഇനി അതുകൂടാതെ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേറെയും വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭീമമായ തുക വേണം. ഇപ്പോൾ ഞങ്ങൾ അത് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പബ്ലിക്കിൽ നിന്ന് ഞങ്ങളുടെ രീതി വ്യത്യസ്തമാണെന്നുള്ളൂ. ഞങ്ങൾ ഈ പറയുന്ന മാതിരി ചെക്കായിട്ടോ അല്ലെങ്കിൽ വ്യവസായികളിൽ നിന്നോ അങ്ങനെയൊന്നും ആരെയും പോയി അപ്രോച്ച് ചെയ്ത് ഒരു പൈസയും മേടിക്കാറില്ല. അതിന് പകരം ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയാണ്, ആപ്പിൽ കൂടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണത്. ഞങ്ങൾക്ക് കിട്ടുന്ന സംഭാവനകൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പാവപ്പെട്ട ആളുകളുടെ 10 രൂപ മുതൽ 1000 രൂപ, 2000 രൂപ, 5000 രൂപ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടത്. ഈ പറയുന്ന 2 കോടി രൂപയും ഞങ്ങൾ ആ രീതിയിൽ കണ്ടെത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഞങ്ങളിപ്പോൾ നാളെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളിലെല്ലാം കേരളത്തിലാകെ മത്സരിക്കണമെങ്കിൽ കോടികൾ വേണം. ഇപ്പോൾ 20 മണ്ഡലങ്ങൾ മത്സരിക്കണമെങ്കിൽ 20 കോടി രൂപ വേണം. 140 മണ്ഡലങ്ങൾ മത്സരിക്കണമെങ്കിൽ അതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ 100 കോടിയോ 150 കോടിയൊക്കെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ഞങ്ങളുടെ ആപ്പ് എന്ന് പറയുന്നത് കൊടുക്കുന്ന ആൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും വേറെ ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. വളരെ സുതാര്യമായിട്ട്, അതായത് സുപ്രീം കോടതി പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റും, അത് റിഫ്ലക്റ്റ് ചെയ്യും അതിനകത്ത് സിസ്റ്റത്തിൽ. അവർക്ക് കാണാൻ പറ്റും കൊടുത്തിരിക്കുന്നത്, വേറെ ആരൊക്കെ കൊടുത്തിരിക്കുന്നുള്ളതും അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതി എല്ലാ രാഷ്ട്രീയക്കാരും അവലംബിക്കട്ടെ. എന്തിനാ ഇവർ ഈ ബാക്ടോറിയ കട വന്നിട്ട്
പണമായിട്ടും ചെക്കായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇലക്ട്രൽ ബോണ്ടും ഒക്കെ ആയിട്ട് മേടിക്കുന്നത്? അപ്പോൾ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തീരും. പക്ഷെ അത്രയ്ക്ക് ഈസിയാണോ ഇതുപോലെ ഒരു ആപ്പ് ഉണ്ടാക്കി ആ ആപ്പിലൂടെ അതിൻ്റെ ജനങ്ങളുടെ പ്രതികരണം? ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള പെർസുവേഷൻ ഇതിൽ ഉണ്ടാവാം, ചിലപ്പോൾ അങ്ങനെ പണം കൊടുക്കുന്നതിന് പിന്നിൽ. അപ്പോൾ സാധാരണ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വളരെ ട്രാൻസ്പാരൻ്റായി പണം ഞങ്ങൾക്ക് നൽകാം, ഞങ്ങളുടെ ഫണ്ടിലേക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്ര ഈസിയായി പ്രതികരിക്കുമോ? എനിക്ക് തോന്നുന്നത് അത് നമ്മളുടെ പ്രവർത്തന രീതി അനുസരിച്ചിരിക്കും. അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സുതാര്യമായിട്ട് നല്ല രീതിയിൽ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പണം കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് തന്നെയാണത്. ഇപ്പോൾ എനിക്ക് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശത്തുള്ള എല്ലാ ആളുകളും ഇതിനു വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും സംഭാവന ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടത്. കാരണം കേരളം രക്ഷപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുകയാണത്. മറ്റ് രാഷ്ട്രീയ പാർക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ അവരുടെ പ്രവർത്തന രീതി അവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരിൽ വിശ്വാസമില്ല എന്നുള്ളതാണത്. നമ്മളിപ്പോൾ 2020 ആരെങ്കിലും സംഭാവന നൽകി കഴിഞ്ഞാൽ അത് ദുരുപയോഗപ്പെടുത്തില്ല, അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടും, ഈ നാടിന് പ്രയോജനപ്പെടും എന്ന് 100% വിശ്വാസമുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള സംഭാവനകൾ കിട്ടുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കാർ ആ നിലയിലേക്ക് വരട്ടെ. ഇന്ന് നമുക്കറിയാം, പ്രളയം നടന്നു, വലിയ സംഭാവനകൾ സ്വീകരിച്ചു. എവിടെ പോയി ആ പണമൊക്കെ? അതൊക്കെ പലരുടെയും പോക്കറ്റിലേക്ക് പോയി. രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലേക്ക് പോയി, മന്ത്രിമാരുടെ പോക്കറ്റിലേക്ക് പോയി, പാർട്ടിയുടെ പോക്കറ്റിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരും കൊടുക്കാൻ തയ്യാറല്ല. ഞാൻ ഈ പറയുന്ന ഇതിൻ്റെ പിരിവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പ്രളയത്തോടനുബന്ധിച്ച് അമേരിക്കയിൽ ഇതിൻ്റെ പിരിവ് നടത്തുന്ന സമയത്ത് അവിടെയുള്ള മലയാളികൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. കാരണം അവരെല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പാലം പണിയണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് റോഡ് പുതുക്കി പണിയണം, ഞങ്ങൾ ഏറ്റെടുക്കാൻ, ഞങ്ങൾ ആ പണി ഏറ്റെടുത്ത് പൂർത്തിയാക്കി തരാം, അതിന് എത്ര രൂപ വേണമെങ്കിലും വന്നോട്ടെ. 1000 വീടുകൾ പണിയണം, ഞങ്ങൾ പണിത് തരാം. പക്ഷേ അത് നേരിട്ടേ ചെയ്യുള്ളൂ. കാരണം അത് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാനോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കാൻ അവർ തയ്യാറല്ല, അവരിൽ വിശ്വാസമില്ല. അപ്പോൾ പണം തരാനായിട്ട് മലയാളികൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും എത്ര വേണമെങ്കിലും പണം കിട്ടും. അവിടെ വിശ്വാസ്യതയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അത് കിട്ടും, അതിന് ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഈ ചീഫ് മിനിസ്റ്റേഴ്സ് കണ്ടിൻജൻസി ഫണ്ടിലേക്ക് പോയ പണത്തിന് കണക്കുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങ് ഒരിക്കലും അമേരിക്കൻ ഡയലോഗ് എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ആണ്. ഒരു കാലത്ത് വളരെ അടുത്ത ബന്ധം മുഖ്യമന്ത്രിയുമായി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മകനെ പോലെ തന്നെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ശേഷം ഇപ്പോൾ രണ്ടുപേരും 2 ചേരിയിലാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അത് അവസാനിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ അതൊന്ന് വ്യക്തമാക്കിക്കോട്ടെ. അതും ജനങ്ങൾക്ക് വലിയൊരു സംശയമുള്ളൊരു കാര്യമാണത്. ഞാൻ ഈ 2005 മുതലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം. അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് വന്ന് എൻ്റെ പിതാവുമായിട്ട് തുടങ്ങിയ ബന്ധമാണത്. അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. പക്ഷേ 2016 അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇരട്ടച്ചങ്കൻ എന്നാണത്. എനിക്കും അങ്ങനെ തോന്നി. അപ്പോൾ എനിക്ക് ഈ നാട് ഇതുപോലെ നശിച്ചു പോകുന്നതോർത്ത്, നമ്മുടെ യുവാക്കൾ ഈ നാട് വിടുന്നതോർത്ത്, ഇവിടുത്തെ ദാരിദ്ര്യം, ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടൊക്കെ കണ്ട് എനിക്ക് തോന്നി ഈ നാടിനൊരു മാറ്റം വരണം, ഈ കേരളത്തെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അന്ന് സാധിക്കില്ല. കാരണം ഞാൻ ഒരു പഞ്ചായത്ത് മാത്രം ഭരിക്കുന്നൊരു പാർട്ടി. അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്കതിനുള്ള സമയവുമില്ല. ഞാനൊരു വ്യവസായിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചത് ഇദ്ദേഹത്തിൽ കൂടി എൻ്റെ കയ്യിലുള്ള ആശയങ്ങൾ നടപ്പിലാക്കുക. കാരണം എനിക്ക് ഈ മറ്റ് വ്യവസായികൾ, മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നുള്ളൊരു വ്യത്യാസമെന്ന് പറയുന്നത്, 2012 ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ കിഴക്കമ്പലം ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് മാറ്റുക. ഞാൻ ആദ്യം ചെയ്തത് ഈ കിഴക്കമ്പലത്തുള്ള ഏതാണ്ട് 8000-ഓളം വീടുകൾ നടന്ന് ഓരോ വീടുകളിലും കയറുകയാണ് ചെയ്തത്. ഓരോ വീട്ടുകാരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ഈ നാടിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് ഞാൻ എന്താണ് ജനങ്ങൾ നേരിടുന്ന പ്രശ്നം, ഈ നാട് നേരിടുന്ന പ്രശ്നമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്.
അപ്പോൾ ആ ആശയങ്ങൾ ഇദ്ദേഹത്തിന് കൈമാറി അതിൽ കൂടി വലിയൊരു ചേഞ്ച് കേരളത്തിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും യാത്ര ചെയ്തും അദ്ദേഹത്തിനോട് പല ആശയങ്ങൾ കൊടുത്തും ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭരണകാലത്ത് 90% കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഐഡിയയിൽ തന്നെ ഉണ്ടാക്കി. ഞാൻ മാത്രമല്ല, അതിൽ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറയാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ടാണത് ഉണ്ടാക്കി അദ്ദേഹം കൂടി ഇരുന്ന് അത് നടപ്പിലാക്കിയിട്ടുള്ളതാണത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ 5 വർഷത്തോടൊപ്പം ഇദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തനത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒന്ന്, ഈ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഇരട്ടച്ചങ്കനല്ല എന്നുള്ള കാര്യം. 2, അദ്ദേഹത്തിൽ കൂടി അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടി കേരളത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യം വന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് 2021 അതുവരെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിയമസഭയിൽ മത്സരിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വിപ്ലവം ഉണ്ടാക്കി, ഒരു മാറ്റമുണ്ടാക്കി, കേരളത്തിൻ്റെ അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ കേരളത്തെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യം വന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ മത്സരിക്കാനായിട്ട് 8 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തത്. ആ തീരുമാനിച്ച അന്ന് മുതൽ ഞാൻ ആ ബന്ധം വേർപെടുത്തിയതാണ്. പക്ഷെ അവിടെ ഒരു ക്ലാരിറ്റി കുറവുള്ളത്, അങ്ങ് തന്നെ പറഞ്ഞു ആ സമയത്ത് അങ്ങ് കൊടുത്ത കുറേ ആശയങ്ങൾ പ്രായോഗികമാക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ അതേ ആശയങ്ങൾ പ്രായോഗികമാക്കിയെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് അങ്ങ് പറയുന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ കൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലൂടെ ഒന്നും നടക്കാൻ ഇടയില്ല. അത് ഈ തമ്മിലൊരു വൈരുദ്ധ്യമില്ലേ? അല്ല, ഈ ആശയങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ 90% എൻ്റെ ആശയങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ, അതായത് കേരളത്തിലെ പട്ടിണി മാറ്റാനായിട്ട് ഉദാഹരണത്തിന് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ ഞാൻ മുന്നോട്ട് വെച്ചതാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം അതാണത്. അവർക്ക് ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യമില്ല. അതിന് ഞാൻ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് കിഴക്കമ്പലം രീതിയിൽ തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ എല്ലാ പഞ്ചായത്തുകളും സ്ഥാപിക്കുന്ന ഒരു രീതി. അതുപോലെ തന്നെ നമ്മളുടെ ഈ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളെല്ലാം ഇന്നിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനും കൃത്യമായിട്ടുള്ള പരിഹാരം, കാരണം വിഷമാണ് നമ്മൾ കഴിക്കുന്നത്. വളരെ മാരകമായിട്ടുള്ള വിഷമടിച്ചാണ് ഈ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മലയാളികളെ മുഴുവൻ രോഗികളാക്കി മാറ്റുകയാണത്. അപ്പോൾ അതിന് ഞാൻ വ്യക്തമായിട്ടുള്ളൊരു പരിഹാരം കൊടുത്തു. അത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം അതൊക്കെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമാണത്. അത് നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥത അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. പാല് ഏതാണ്ട് 95% തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. മുട്ട, അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ തന്നെ ഇതൊക്കെ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വ്യാവസായിക വളർച്ച, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ രീതികൾ, ഇതെല്ലാം മാറ്റാനായിട്ടുള്ള പദ്ധതികളുണ്ടായിരുന്നു. അപ്പോൾ കാതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം നടപ്പിലാക്കിയില്ല. ഞാൻ പറഞ്ഞത് ഈ 5 വർഷത്തിൽ നടപ്പിലാക്കിയ, അതായത് LDF ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങൾ 90% എൻ്റെ ഐഡിയയിൽ നിന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ കൊടുത്ത എല്ലാ പദ്ധതികളും നടപ്പിലാക്കി എന്നുള്ളതല്ല, പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും നടപ്പിലാക്കിയില്ല എന്നുള്ളതാണത്. അപ്പോൾ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ, ഇത് ഈ പറയുന്ന കാര്യങ്ങൾക്കപ്പുറമായി നടപ്പാക്കാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുമ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം? എവിടെയാണ് അങ്ങ് പ്രകോപിതനായത്? കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യമില്ലായ്മ ഒരു മുഖ്യമന്ത്രി? അതിൽ ഒന്ന് ഞാൻ കണ്ടത്, മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ആ മന്ത്രിസഭയിലുള്ള ഒരാൾക്ക് പോലും ഇവിടുത്തെ ജനങ്ങളോടോ ഈ നാടിനോടോ 1% പോലും ആത്മാർത്ഥതയോ കടപ്പാടോ ഇല്ല എന്നുള്ളതാണത്. അതുകൊണ്ട് തന്നെയാണ് നടപ്പിലാക്കാത്തത്. കാരണം ഇവരുടെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന, അവരുടെ ഒരു വിജയമെന്ന് പറയുന്നത് ജനങ്ങളുടെ പട്ടിണിയാണ്, അവരുടെ ദാരിദ്ര്യമാണ്. അതാണ് അവർ മുതലെടുക്കുന്നത്. ആ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഒരു കിറ്റ് കാണിക്കുമ്പോഴേക്കും എല്ലാവരും അതിൻ്റെ പിറകെ പോയിട്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെടാനായിട്ട് ഈ രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ല. അവർ നന്നാകാൻ ഇവർ സമ്മതിക്കില്ല. അവരുടെ ദാരിദ്ര്യം മാറ്റാൻ ഇവർ സമ്മതിക്കില്ല. അവർ ദാരിദ്ര്യത്തിൽ നിന്ന് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോയാലാണ് ഇവർക്ക് കീ വിളിക്കാനും സമരം ചെയ്യാനും ഇവർ പറയുമ്പോൾ മീറ്റിങ്ങുകൾക്ക് ആളെ കൂട്ടാനൊക്കെ ഇവരുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കേരളം രക്ഷപ്പെടാനായിട്ട്, ഇവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെടാനായിട്ട് ഇവർ സമ്മതിക്കില്ല. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് ഇവിടെ വരണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന, ഞങ്ങളൊരു മിനി മാനിഫെസ്റ്റോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പറയുന്നത്, ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ 943 പഞ്ചായത്തുകളിലും
ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് ഭക്ഷ്യസാധനങ്ങളുടെ വില 50% വരെ കുറയ്ക്കുമെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. 2020 മാത്രമേ സാധിക്കൂ. ഇപ്പോൾ നാളെ മരുന്നുകൾ ഞങ്ങളുടെ ഫസ്റ്റ് മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയാണത്. ഈ മരുന്നുകളുടെയും വില 80% വരെയാണ് കുറച്ച് വിൽക്കാൻ പോകുന്നത് ഞങ്ങളത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണത്. അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ചിന്തിക്കില്ല. ഇപ്പം മരുന്നുകളുടെ കാര്യത്തിലെടുക്കുക, ഈ മരുന്നുകളുടെ വില കുറയ്ക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ മരുന്ന് കമ്പനികൾ ഭീമമായിട്ടുള്ള തുകയാണ് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ജനങ്ങൾ മരിച്ചാലും ശരി, അവർ മരുന്ന് കിട്ടിയില്ലെങ്കിലും ശരി, അവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പണം കിട്ടണം. അപ്പോൾ ആത്മാർത്ഥതയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സംവിധാനം വരണം. ഈ പറയുന്ന രണ്ടും ഈ പറയുന്ന ഇദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിറ്റാൻ പോയത്. അപ്പോൾ എനിക്ക് പിന്നെയും വരുന്ന ഈ സംശയം, കാരണം അത്രയും കാര്യമായി അങ്ങ് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. കാരണം ഒരു മകനെ പോലെ രോഗക്കിടക്കയിൽ മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് അതേപോലെ കൂടെ നിന്നതിന് ശേഷം മുഖം കറുപ്പിച്ചിറങ്ങി പോരേണ്ടി വന്ന ഒരു നിമിഷം അത് ഏതായിരുന്നു? മുഖം കറുപ്പിച്ചിട്ടൊന്നുമല്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ തമ്മിലധികം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ നിയമസഭയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിനും ആ ബന്ധം ഞാനൊരു ശത്രുവായി. കാരണം മറ്റു രാഷ്ട്രീയക്കാരെ പോലെ കോൺഗ്രസിനെയോ BJPയെ പോലെ അദ്ദേഹം എന്നെ കാണാൻ തുടങ്ങി. അവിടെയും അദ്ദേഹത്തിന് ഇതിലുണ്ട്. ഇവരൊക്കെ ഈ രാഷ്ട്രീയക്കാരെ എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുത് ഈ ആത്മബന്ധങ്ങളൊന്നുമില്ല. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മുടെ മകനെ പോലെയല്ല, അച്ഛനെ പോലെ ആയാലും അമ്മേനെ പോലെ ആയാലും ഇവരെ സംബന്ധിച്ച് അവരുടെ പാർട്ടി, അവരുടെ രാഷ്ട്രീയം, പണം, അവരുടെ കുടുംബം, അതിൽ കവിഞ്ഞ് ഒരു സ്നേഹവും ആരോടുമില്ല. എന്നോടൊന്നും മാത്രമല്ല, ലോകത്തിലെ ആരോടുമില്ല. അവരുടെ കുടുംബം, അവരുടെ പാർട്ടി, അവർക്ക് വേണ്ടി മാത്രമേ അവർ പ്രവർത്തിക്കൂ. അത് ഇന്ന വ്യക്തി എന്നല്ല, എല്ലാവരും ഒക്കെ അതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്തിടെ അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം, അതുമായൊക്കെ ബന്ധപ്പെട്ട് കുറേ തെളിവുകൾ അങ്ങയുടെ ഭാഗത്തുണ്ട്, പക്ഷെ ഞാനത് ഇപ്പോൾ പുറത്തു വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ക്രൗഡ് പുള്ളിങ് അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണോ? ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ ഇതൊക്കെ ഒരുപാട് അടിസ്ഥാനമുള്ള കാര്യങ്ങളെന്ന നിലയിലുള്ള ഫാക്ട്സ് അങ്ങയുടെ കയ്യിലുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണത്. മുഖ്യമന്ത്രിയുമായിട്ടും ആ കുടുംബമായിട്ടും, അത് മാത്രമല്ല മറ്റ് മന്ത്രിസഭയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇതിനോടൊപ്പം പോയ ഒരാളാണത്. ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്, അതിൽ ഒരുപാട് പദ്ധതികൾ. അപ്പോൾ ഇതൊക്കെ നടത്തുമ്പോൾ ഇതിലൊക്കെ നടക്കുന്ന അഴിമതികൾ, എങ്ങനെയാണ് അഴിമതി നടത്തുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരളം രക്ഷപ്പെടാത്തത്, എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒന്നും ലഭിക്കാത്തത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണത്. അപ്പോൾ നമ്മൾ മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അങ്ങനെ പല അഴിമതി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദ്യോഗസ്ഥന്മാർ മുതൽ രാഷ്ട്രീയക്കാർ, മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇതൊക്കെ എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പർട്ടിക്കുലർ ഒരു കാര്യം മാത്രമല്ല എന്നാണ് പറയുന്നത്. ഒട്ടനവധി കാര്യങ്ങളുണ്ടത്. അപ്പോൾ ഞാൻ 5 വർഷം കൊണ്ട് മനസ്സിലാക്കി ഒട്ടനവധി കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പിന്നെ വേറൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എന്തെല്ലാം കൊള്ളിളക്കങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ മാസപ്പടി വിവാദം തന്നെ പറഞ്ഞു. എന്ത് നടപടി ഉണ്ടായത്? ഒരു മാസം മുമ്പ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇപ്പോൾ വീണയെ അറസ്റ്റ് ചെയ്യും, ഇപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കും, ഈ തവണ രക്ഷപ്പെടില്ല അല്ലേ, എല്ലാവരും വിചാരിച്ചു. കർണാടക ഹൈക്കോടതിയിൽ കേസ് വരുന്നു, എറണാകുളം ഹൈക്കോടതിയിൽ കേസ് വരുന്നു. ഇപ്പോൾ എല്ലാവരും അകത്തായി. എന്ത് സംഭവിച്ചു? ഇന്നിപ്പോൾ അതിനെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആ വിഷയം അവിടെ പോയി. നമുക്കെല്ലാവർക്കും അറിയാം മാസപ്പടി മേടിച്ചിട്ടുണ്ടെന്നുള്ളത്, കൊടുത്തിട്ടുണ്ടെന്നുള്ളതും മേടിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ ഇവരൊക്കെ വേറൊരു വിഭാഗത്തിൽപ്പെട്ടതാണ്. കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ പേരിൽ ആരും ഒരു നടപടി എടുക്കില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി വേറൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനെയോ അവരുടെ കുടുംബത്തെ ദ്രോഹിക്കില്ല. അപ്പോൾ ഇവരെല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണത്. പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും പോകുന്ന ഒരു വിഭാഗമാണ്.
പിന്നെ നമ്മളെപ്പോലെയുള്ള ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് കുറേ റെയ്ഡ് നടത്തും, കുറേ അന്വേഷണം നടത്തും, കുറേ ന്യൂസുകൾ കൊടുക്കും, അത്രയേ ഉള്ളൂ. അതിൽ കവിന് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളിനി ആരെല്ലാം എന്തെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പാടില്ല. ആരാ അന്വേഷിക്കുക, ആരാ നടപടിയെടുക്കുക? എന്നാൽ പോലും ഇപ്പോൾ അങ്ങ് പറഞ്ഞു അത്രയും അടുത്ത് നിന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ അടുത്ത് പ്രവർത്തിച്ച സ്ഥിതിക്ക് ഇതിനും അപ്പുറമായ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങയോട് ഒരിക്കലും എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, കാരണം അത് പുറത്ത് പറയണമെന്ന്. ചില നിയമങ്ങൾ, ഇപ്പോൾ പോക്സോ കേസിൽ അങ്ങ് ഒരു തെളിവുണ്ട്, പുറത്ത് വിട്ടില്ല, അത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്, ശിക്ഷാർഹമാണ്. അതേപോലെ വനിതകൾക്കെതിരായ അട്രോസിറ്റി, അങ്ങേക്കൊരു തെളിവുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അത്തരത്തിൽ ചിലപ്പോൾ ഒരു നിയമപരമായിട്ട് അങ്ങേക്കൊരു ശിക്ഷ ഒന്നും വന്നെന്ന് വരില്ല. പക്ഷേ ഒരു ധാർമ്മികമായ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ ഇത് ഈ പറയുന്നത് പോലെ റെയ്ഡുകൾ നടത്തി തെളിവ് കിട്ടിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ, തെളിവ് അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതിലേ ഞാൻ പറയുന്നത്, നമുക്ക് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെങ്കിൽ നമുക്കിതൊക്കെ പറയാം. നമ്മളെല്ലാ രാഷ്ട്രീയക്കാരുടെയും കണ്ണിലെ കരടായിട്ട് മാറിയിട്ട് എന്താ കാര്യം? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ CPM മാത്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല, അല്ലെങ്കിൽ BJP കേന്ദ്രം ഭരിക്കുന്നത്, ഇവരെല്ലാവരും അവരുടെയൊക്കെ കണ്ണിലെ കരടായിട്ട് നമ്മൾ മാറും, നമ്മൾ ഒറ്റപ്പെടുകയും ചെയ്യും. എന്നെ ഇപ്പോൾ ഇവിടെ 12 റെയ്ഡുകൾ നടത്തി, ഒറ്റ മാസമാണെന്ന് ഓർക്കണം. ഇവിടുത്തെ ഈ 12 റെയ്ഡും ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടതല്ലാതെ ഒരു വ്യവസായി പോലും എനിക്ക് അനുകൂലമായിട്ട് ശബ്ദിച്ചില്ല, ഒരു സാമൂഹ്യ പ്രവർത്തകനും ശബ്ദിച്ചില്ല, ഒരു രാഷ്ട്രീയക്കാരനും ശബ്ദിച്ചില്ല. അപ്പോൾ എൻ്റെ ഒറ്റ ആത്മധൈര്യം കൊണ്ട് അതിനെ ശക്തിയുക്തം നമ്മൾ എതിർത്തു, അതിനെ നേരിട്ടു, അതിനെ അതിജീവിച്ചു എന്നുള്ളതാണത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും പറയും, പറഞ്ഞോ അങ്ങനെ പറയണം, പല കാര്യങ്ങളൊക്കെ പറയും, സിദ്ധാന്തങ്ങളൊക്കെ എല്ലാവർക്കും പറയാം. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് നേരിടാൻ എനിക്കറിയാം. എന്തിന്, എന്ത് ഗുണം, ആർക്ക് ഗുണം? എനിക്ക് ഗുണമുണ്ടാവുമോ? ഈ നാടിന് ഗുണമുണ്ടാവുമോ? ഇത് കേൾക്കുന്നവർക്ക് ഗുണമുണ്ടാവുമോ? ഒരു ഗുണമുണ്ടാവില്ല. അപ്പോൾ വെറുതെ ശൂന്യതയിലേക്ക് ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് നമ്മൾ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, അങ്ങനെ ഒരു കാര്യം പകുതി പറയുകയും ബാക്കി പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ സാറിനോട് പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യം എനിക്കറിയാം, പക്ഷേ ഞാനത് പറയില്ല എന്ന് പറയാം. ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് അഴിമതി ഉണ്ടെങ്കിൽ അത് വെളിപ്പെടണ്ടേ? വെളിപ്പെട്ടാൽ എന്താ കാര്യം? അതിനൊരു ബലമുണ്ടാവട്ടെ, ഞാൻ വെളിപ്പെടുത്താം. ആരെങ്കിലും ഉറപ്പ് തരട്ടെ. ഞാൻ ആ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കാം, നിയമപരമായിട്ട് അവരെ തുറുങ്കലിൽ അടയ്ക്കാം എന്നൊരു ഉറപ്പ് എനിക്ക് തരട്ടെ, ഞാൻ പറയാം. എനിക്കതിൽ ഭയമില്ല. ഇനി ഇതൊന്നുമില്ലാതെ ഒരാഴ്ചത്തേക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ഇട്ട് തന്നിട്ട് എന്താ കാര്യം? ഇപ്പോൾ എവിടെ പോയി മാസപ്പടി? എവിടെ പോയി? അതിന് ഉത്തരം പറ. ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റും മാസപ്പടി എവിടെ പോയി എന്ന്? അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെയും കാണാനില്ല, അവർ സുഖമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു BJPയും CPIയുമായി ഈ പറയുന്നത് പോലെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർക്കിടയിൽ ഒരു സൗഹൃദം, ചങ്ങാത്തമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണാറില്ലേ. ഇവിടെ ഇവർ അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ, നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുക, അസംബ്ലിയിൽ ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു, ഇറങ്ങിപ്പോരുന്നു, എല്ലാം കാണുന്നു. അപ്പം നമ്മൾ പലപ്പോഴും കാണും ഇപ്പോൾ അടി വീഴുമെന്ന് വിചാരിക്കും. നടുക്കളത്തിൽ ഇറങ്ങുന്നു, ഒച്ചയെടുക്കുന്നു, സമരം ചെയ്യുന്നു, അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചിരുന്ന് ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കണ കാണാറില്ലേ? നമ്മളെയൊക്കെ പമ്പര വിഡ്ഢികളാക്കുന്ന, അവർക്കറിയാം കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ മണ്ടന്മാരാക്കണമെന്ന്. എങ്ങനെ ഒരു ബന്ധമുണ്ടോ, അന്തധാരയുണ്ടോ എന്നുള്ളത് അതിന് സംശയം എന്താ? ഇപ്പോൾ ഇന്ത്യ മുന്നണി, കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണത്. ഇവിടെ എന്താണ്? കീരിയും പാമ്പുമായിട്ട് ഇവർ മത്സരിക്കുന്നു അല്ലേ? തമിഴ്നാട്ടിൽ എന്താ അവസ്ഥ? ബംഗാളിൽ എന്താ അവസ്ഥ? അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, നമ്മളെ വിഡ്ഢികളാക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു പാർട്ടിയുമായിട്ട് അലയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒന്നിച്ചു വെക്കണം. അലയൻസ് എന്ന് പറഞ്ഞാൽ അതല്ലേ അല്ലേ? ഇവിടെ എന്താണ്? അപ്പോൾ ഓരോ സംസ്ഥാനത്തിനായിട്ട് ഒരു അലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് മാത്രമായിട്ട് അലയൻസ് ഉണ്ടാക്കണം. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യക്ക് മൊത്തമായിട്ടുള്ളൊരു മുന്നണിയാണത്. ആ മുന്നണികൾ പല സ്ഥലത്തും പരസ്പരം പോരാടുന്നു. ഇനിയിപ്പോൾ ഇവിടെ AIPയുടെ ഒരു സ്ഥാനാർത്ഥി നിർത്താമെന്ന് വിചാരിക്കുക. AIP അലയൻസിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ AIPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പരസ്പരം യുദ്ധം ചെയ്യുന്നു.
ജനങ്ങളെ മുൾമുനയിൽ നിർത്തുന്നു. എന്നിട്ട് അവർ അടുത്ത സ്ഥലത്ത് പോയിട്ട് ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഒന്നിച്ച്. അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ AAP എന്ന് തന്നെ വിട്ടുപോകുന്നത്. കാരണം ആശയപരമായിട്ട് യോജിക്കാൻ സാധിക്കുന്നില്ല നമുക്ക്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യസന്ധമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. വിശ്വസിക്കുന്നവർ ആ പാർട്ടിയുടെ കൂടെ നിൽക്കുക. കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ 2020 കൂടെ നിൽക്കുക. ഇനിയിപ്പോൾ നാളെ LDF മതി, UDF മതി, ഞങ്ങളൊക്കെ നാട് വിട്ട് പോവുകയാണ്, ആയിക്കോട്ടെ, എനിക്കതിനും വിരോധമില്ല. ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ 2020 സംബന്ധിച്ചിടത്തോളം വന്ന ഒരു വിമർശനവും ജനങ്ങളുടെ ഭാഗത്തുള്ള ഒരു സംശയവും, ബിസിനസ് എന്ന് പറയുന്നതും രാഷ്ട്രീയവും എന്ന് പറയുന്നതും രണ്ടായിട്ട് കാണുന്നവരാണ് കൂടുതലും. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു സംരംഭകൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ലാഭം തന്നെയാണ്, പ്രോഫിറ്റ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ വിവക്ഷിക്കുന്നത് അത് വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, പ്രോഫിറ്റിലുപരി. അപ്പോൾ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ബിസിനസ്സിലുള്ള ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഈ ബിസിനസ്സിനെ ഹനിക്കുന്ന ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ബിസിനസ്സുകാരൻ്റെ മനസ്സ് ബിസിനസ്സുകാരനൊപ്പമായിരിക്കില്ലേ, ജനങ്ങൾക്കൊപ്പമായിരിക്കുമോ എന്നൊരു ചോദ്യം. ഞാനിപ്പോൾ 12 വർഷമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട്, രാഷ്ട്രീയത്തിയിട്ട് ഇറങ്ങിയിട്ട് 8 വർഷമായുള്ളൂ. അതായത് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ട് 2016 ഇപ്പോൾ 8 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ 12 വർഷമായിട്ട് ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് ജനങ്ങളെ അറിയാം. ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, അതേ സമയത്ത് രാഷ്ട്രീയക്കാരനാണ്. ഒരു ബിസിനസ്സുകാരന് രാഷ്ട്രീയക്കാരനായിട്ട് നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കും. കാരണം ഒരു ബിസിനസ് എങ്ങനെ നടത്തി സക്സസ് ആക്കാമെന്ന് അറിയാവുന്ന ആളാണ് ബിസിനസ്സുകാരൻ. അവർ രാഷ്ട്രീയത്തിയിട്ട് ഇറങ്ങുമ്പോഴും ഒരു പഞ്ചായത്തായിക്കോട്ടെ, ഒരു സംസ്ഥാനമായിക്കോട്ടെ, ഒരു രാജ്യമായിക്കോട്ടെ, അത് എങ്ങനെ സക്സസ് ആക്കാമെന്ന് അവർക്കറിയാൻ സാധിക്കും. അതേ സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ ബിസിനസ്സിലേക്ക് വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ ജീവിതകാലത്ത് അധ്വാനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും അവന് ബിസിനസ് സക്സസ് ആക്കാൻ പറ്റില്ല. ഇവിടെ ഒരിക്കലും ബിസിനസ്സും രാഷ്ട്രീയവും ഞാൻ കൂട്ടിയിണക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടും ഒക്കെയുള്ള കാര്യങ്ങളിൽ, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണത്. സംഭാവനകൾ ബിസിനസ്സിൻ്റെ കാര്യമായിട്ടാണത്. ഇപ്പോൾ CPMന് കൊടുത്ത സംഭാവന ശരിക്കും ഞാൻ തന്നെയല്ല കൊടുത്തത്, എൻ്റെ ബ്രദറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങളാണ് അവർക്ക് കൊടുത്തത്. കാരണം എനിക്ക് അവിടെയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനൊന്നും ഞാൻ തള്ളി പറയുന്നില്ല. കിറ്റക്സ് തന്നെയാണത്. പക്ഷേ എൻ്റെ മാനേജ്മെൻ്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സും രാഷ്ട്രീയവും ഞങ്ങൾ ഒരിക്കലും കൂട്ടിയിണക്കാറില്ല. ബിസിനസ്സിൻ്റെ വഴിക്ക് പോകും. ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ രാഷ്ട്രീയം ഉപയോഗിക്കാറുമില്ല. ഇനി രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സും ഉപയോഗിക്കാറില്ല. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ അധിക സമയവും എൻ്റെ ഓഫീസ് ടൈം എന്ന് പറയുന്ന ബിസിനസ്സിന് വേണ്ടിയിട്ടും 5 മണിക്ക് ശേഷമുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വച്ചിരിക്കുന്നത്, അവധി ദിവസങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെ രണ്ടായിട്ട് കണ്ടുകൊണ്ട് രണ്ടും സക്സസ് ആക്കാൻ ഉള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പഞ്ചായത്തുകൾ ഭരണമെല്ലാം സക്സസ് ആക്കി. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് 2015 കിഴക്കമ്പലം പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ 39 ലക്ഷം രൂപ കടമുണ്ടായിരുന്നത് 5 വർഷം പൂർത്തിയാക്കുമ്പോൾ എല്ലാ വികസനങ്ങളും, അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പഞ്ചായത്താക്കി മാറ്റിയതിന് ശേഷം 13,57 ലക്ഷം രൂപ ഞങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിലിട്ടു എന്നുള്ളതാണത്. ഇപ്പോൾ 8 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. 23 കോടി രൂപയാണ് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ബാലൻസ്. അപ്പോൾ ബിസിനസ്സിലെ പോലെ തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നല്ലൊരു ഗവേണൻസ്, ഇത് നടപ്പിലാക്കിയതിൻ്റെ റിസൾട്ടാണ് അതിൽ കണ്ടത്. ഇത് തന്നെയാണ് ഞങ്ങളുടെ മറ്റ് 5 പഞ്ചായത്തുകൾ, നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ സംസ്ഥാനത്ത് 2026 ഭരണം കിട്ടിയാൽ നടപ്പിലാക്കാൻ പോകുന്നത്. അത് ഞങ്ങളുടെ പ്രകടന പത്രിക കണ്ടാൽ അറിയാം. 20 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 20 കാര്യങ്ങൾ ഇന്ന് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇനി അവർ പറഞ്ഞാലും നടപ്പിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 2020 മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. അത് ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള എൻ്റെ അനുഭവവും എൻ്റെ ബുദ്ധിയും
ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണതിൽ. അപ്പോൾ ഒരു രാഷ്ട്രീയത്തെ പ്രൊഫഷണലായിട്ട് കണ്ട് ആ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് അവിടുത്തെ വികസനം ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഭരണം നടത്താൻ സാധിക്കും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.